നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ തിയറി ബാക്കി കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓംസ് ലോ വരെ പറഞ്ഞു. അതിനുശേഷം സെൽസിൻ്റെ സീരീസ്, പാരലോ കഴിഞ്ഞ ഒരു ടോപ്പിക് ഏകദേശം നമ്മൾ 50% പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിർച്ചോഫ് ലോ ആണ്. കിർച്ചോഫ് ലോ. അപ്പോൾ ഈ കിർച്ചോഫ് ലോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇത് എന്തിനാണ് ഈ റൂൾ എന്ന് വെച്ചാൽ ടു സോൾവ് കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ടു സോൾവ് കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഇപ്പം നിങ്ങളതിൽ ഇപ്പം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സെല്ലുള്ളൂ എന്ന് വിചാരിക്കുക, 2-3 റെസിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓംസ് ലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തു, അതിലൊക്കെ നമ്മൾ ജസ്റ്റ് R ഈക്വലൻ്റ് ഒക്കെ കണ്ടു, നമ്മൾ എന്ത് ചെയ്തു, ഓംസ് ലോ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി. പക്ഷേ ചില സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, ഒരുപാട് സെൽസും വരും. ഒരു സെല്ല് ഇവിടെ ഉണ്ടായിരിക്കും, ഒരു സെല്ല് അപ്പുറത്ത്, അങ്ങനെ ഒരു സർക്യൂട്ടിൽ തന്നെ 2-3 സെൽസ്, ഒരുപാട് റെസിസ്റ്റേഴ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇത് സീരീസ് ആയിട്ടാണോ കണക്ട് ചെയ്ത് പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്തതെന്ന്. കാരണം നമുക്ക് ഒരു സെല്ലാണെങ്കിൽ അതിൻ്റെ കറണ്ട് വെച്ചിട്ട് നമുക്ക് കറണ്ട് സ്പ്ലിറ്റ് ആയാൽ പാരലൽ, ഒരേ കറണ്ട് ആണെങ്കിൽ സീരീസ് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യും, 2 അതിൽ കൂടുതലോ സെല്ലൊക്കെ ഒരേ സർക്യൂട്ടിൽ വരും. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോ കറണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കറണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും ഓരോ കറണ്ടും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവും, നമുക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, കിർച്ചോഫ് ലോ. കിർച്ചോഫിന് ശരിക്ക് 2 ലോ ഉണ്ട്. ഒന്ന് നമ്മൾ സാധാരണ കറണ്ട് ലോ എന്ന് പറയും, കറണ്ട് ലോ, അല്ലെങ്കിൽ അതിനെ ജംഗ്ഷൻ റൂൾ എന്ന് പറയാറുണ്ട്. കറണ്ട് ലോ അല്ലെങ്കിൽ അതിന് എന്ത് പറയാറുണ്ട്, ജംഗ്ഷൻ റൂൾ. രണ്ടാമത്തെ ലോനെ നമ്മൾ സാധാരണ വോൾട്ടേജ് ലോ, വോൾട്ടേജ് ലോ, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ വേറൊരു പേരാണ് ലൂപ്പ് റൂൾ. വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അപ്പോൾ ശ്രദ്ധിക്കുക, കിർച്ചോഫിന് മെയിൻ ആയിട്ട് 2 ലോ ആണല്ലോ. ഒന്ന് നമ്മൾ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് ലോ എന്ന് പറയും, അടുത്ത ആളെ നമ്മൾ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ എന്തെന്ന് പറയും, ലൂപ്പ് റൂൾ എന്ന് പറയും. അപ്പോൾ ആദ്യം ഞാൻ കറണ്ട് ലോ ആണ് പറയുന്നത്. അപ്പോൾ കറണ്ട് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ലോ എന്താണെന്ന് പറയാം. ഒരു ജംഗ്ഷൻ, ഇതാണ് ജംഗ്ഷൻ. എന്താണ് ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വയേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ജംഗ്ഷൻ എന്ന് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഇതാണ് ഒരു ജംഗ്ഷൻ എന്ന് വിചാരിക്കുക, ഒരു വയർ വിടുന്നു, ദാറ്റ് മീൻസ് ഇവിടുന്ന് ഒരു കറണ്ട് വന്നു എന്ന് വിചാരിക്കുക, I1. അതേപോലെ തന്നെ ഈ ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് ഒരു കറണ്ട് വന്നു എന്ന് വിചാരിക്കുക, I2. അതേപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോയ കറണ്ടാന്ന് വിചാരിക്കുക, I3. ഇത് കറസ്പോണ്ടിങ് ആയിട്ട് I4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് നമ്മൾ നോക്കുക, ഇവിടുന്ന് ഈ വയറിന്ന് ഒരു I1 കറണ്ട് വന്നു, ഇവിടുന്ന് ഒരു I2 വന്നു, ശരിയല്ലേ? തിരിച്ചു പോയതാണ് I3, I4. അപ്പോൾ നമ്മൾ സാധാരണ ഈ I1നെയും I2നെയും നമ്മൾ ഇൻകമിങ് കറണ്ട് എന്ന് പറയും. അപ്പോൾ ഈ റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അറ്റ് എ ജംഗ്ഷൻ, നമ്മൾ എപ്പോഴും ജംഗ്ഷനിലാണ് ഇത് അപ്ലൈ ചെയ്യുക. അറ്റ് എ ജംഗ്ഷൻ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ്. ഇതാണ് ശരിക്ക് എളുപ്പത്തിൽ ആ ലോ പഠിക്കാനുള്ളൊരു എളുപ്പം. അറ്റ് എ ജംഗ്ഷൻ, ഒരു ജംഗ്ഷനിലെ ഇൻകമിങ് കറണ്ട് എപ്പോഴും ആർക്ക് തുല്യമായിരിക്കും, ഔട്ട് ഗോയിങ് കറണ്ട് ആയിരിക്കും. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ജംഗ്ഷനിൽ ഇൻകമിങ് കറണ്ട് ആരൊക്കെയാണ്, ഈ I1ഉം I2 ഇൻകമിങ് കറണ്ട്. അപ്പോൾ ഇൻകമിങ് കറണ്ട് നമ്മൾ നേരിട്ട് ആഡ് ചെയ്യുക, കാരണം അതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് കറണ്ട്. I1 + I2 ഈക്വൽ ടു ഏതൊക്കെയാണ് ഔട്ട് ഗോയിങ് കറണ്ട്, I3 + I4. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്ര കറണ്ട് വരുന്നുണ്ടോ അത്രയും കറണ്ട് ആ ജംഗ്ഷനിൽ തിരിച്ചു പോവുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഈ ലോ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ I3 I4 ഇങ്ങോട്ട് എടുത്ത് എന്ത് സംഭവിക്കും, I1 + I2 - I3 - I4 ഈക്വൽ ടു 0. ഇതാണ് ആ ലോ പറയുന്നത്. പക്ഷെ ലോ പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്, ഒരു ജംഗ്ഷനിൽ എത്ര കറണ്ട് എത്തുന്നുണ്ടോ അത്രയും കറണ്ട് ആ ജംഗ്ഷനിൽ പോകും. ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അതാണ് പഠിക്കാൻ എളുപ്പം. പക്ഷെ ആ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൾജിബ്രൈക് സം. ആൾജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സൈനും കൂടി നോക്കണം, പ്ലസ്. കാരണം ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്, ആൾജിബ്രൈക് സം ഓഫ് ടോട്ടൽ കറണ്ട് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0. അല്ലേ? എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ജംഗ്ഷനിലെ എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും,
0 കിട്ടും. പക്ഷെ എങ്ങനെ ആഡ് ചെയ്യണം? സൈൻ വെച്ച് ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻകമിങ് കറണ്ടിന്റെ സൈൻ നമ്മൾ സാധാരണ പ്ലസ് ആണ് എടുക്കാറ്. ഇൻകമിങ് സൈനിന്റെ സൈൻ നമ്മൾ പ്ലസ് എടുക്കും, ഔട്ട് ഗോയിങ് കറണ്ടിന്റെ സൈനോ മൈനസും. അപ്പൊ അതാണ് ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടൊക്കെ നിങ്ങൾ പോസിറ്റീവ് സൈൻ കൊടുക്കുക, പോകുന്ന കറണ്ടൊക്കെ എന്ത് ചെയ്യുക? നെഗറ്റീവ് സൈൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ജംഗ്ഷനിലെ ഈ എല്ലാ കറണ്ടും കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഇതിനെ നമ്മൾ സാധാരണ കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ലോ പറയുന്നത് ആൾജിബ്രൈക് സം ഓഫ് ടോട്ടൽ കറണ്ട് മീറ്റ് അറ്റ് എനി ജംഗ്ഷൻ ഈക്വൽ ടു 0. പക്ഷെ അത് പഠിക്കാൻ എളുപ്പം ഇതാണ്. ഒരു ജംഗ്ഷനിലെ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ്. അപ്പൊ ഇത് പഠിക്കുന്നതാണ് എളുപ്പം. ആ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് എപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, അത് ശ്രദ്ധിക്കണം. കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കാരണം ഇൻകമിങ് ചാർജ് ആണ് ഔട്ട് ഗോയിങ്. അല്ലാതെ നമ്മൾ ചാർജ് ക്രിയേറ്റും ചെയ്യുന്നില്ല, ചാർജ് ഡിസ്ട്രോയും ചെയ്യുന്നില്ല. ഒരു ജംഗ്ഷനിലേക്ക് എത്ര ചാർജ് വന്നോ അത്രയും ചാർജ് അവിടെ നിന്ന് തിരിച്ചു പോകും. കാരണം ചാർജ് പോകുമ്പോഴല്ലേ കറണ്ട് കിട്ടുക. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ റൂൾ. പക്ഷെ ഇത് എങ്ങനെയാണെങ്കിലും അപ്ലൈ ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ വിചാരിക്കുക ഇവിടെ I3 ഇല്ല എന്ന് വിചാരിക്കുക. ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്താണ്? I1 + I2 എന്ത് വരും? I4 വരും. ഇനി ഒന്നും കൂടി ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ I5 കൂടി വരുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? I1 + I2 + I5 = I4. ഇനി ഇങ്ങോട്ട് ഒന്നുണ്ടെങ്കിൽ I7 ഉണ്ടെങ്കിൽ എന്ത് വരും? I1 + I2 + I5 = I7 + I4 അല്ലേ? അപ്പോൾ ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു എന്താണ്? ഔട്ട് ഗോയിങ് കറണ്ട്. ഇതെപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആരാണ്? ചാർജ് ആണ്. അപ്പോൾ ഇതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ. ഞാൻ പറഞ്ഞു കറണ്ട് ലോ ഓർ ജംഗ്ഷൻ റൂൾ. ഇനി അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അപ്പൊ ഞാൻ ആദ്യം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. അത് പറയുന്നത് ആൾജിബ്രൈക് സം ഓഫ് EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് in a closed loop is equal to 0. അത് ശ്രദ്ധിക്കുക, അതിനെ ലൂപ്പ് റൂൾ എന്നാണ് പറയാൻ. അപ്പോൾ നമ്മുടെ ജംഗ്ഷൻ റൂൾ പറഞ്ഞു എന്താണ്? ആ ജംഗ്ഷനിൽ എല്ലാ കറണ്ടും കൂടി ഇൻകമിങ് കറണ്ട് പ്ലസ് എടുക്കുക, ഔട്ട് ഗോയിങ് കറണ്ട് മൈനസ് എടുക്കുക, എല്ലാം കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. അതായിരുന്നു ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ കറണ്ട് ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അത് പറയുന്നത് എന്താ വെച്ചാൽ ആൾജിബ്രൈക് സം ഓഫ് EMF. അതിന്റെ അർത്ഥം ഒരു സെല്ലാണെങ്കിൽ ഒറ്റ EMF, രണ്ട് സെല്ലാണെങ്കിൽ രണ്ടുണ്ടാവും അല്ലേ? അതിന്റെ സൈന് നോക്കണം. EMFന്റെ സൈന് പ്ലസ് വരാം, മൈനസ് വരാം. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മളൊരു എക്സാമ്പിൾ ചെയ്താൽ ക്ലിയർ ആവും. അപ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യണം, ക്ലോസ്ഡ് ലൂപ്പ്. ആ ക്ലോസ്ഡ് ലൂപ്പിന്റെ അകത്തുള്ള EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. പക്ഷെ എങ്ങനെ ആഡ് ചെയ്യണം? ആൾജിബ്രൈക് സം സൈന് വെച്ച് ആഡ് ചെയ്യണം. അപ്പോൾ സാധാരണ ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ സൈൻ കൺവെൻഷൻ പഠിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? സൈൻ കൺവെൻഷൻ പഠിക്കണം. വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ സൈൻ കൺവെൻഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ സൈൻ കൺവെൻഷൻ എന്ന സംഭവം? വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ കൺവെൻഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ സൈൻ കൺവെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, EMFനൊരു സൈൻ ഉണ്ട്, EMFന്റെ സൈനും ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനും സൈൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സൈനും പ്ലസും വരാം, മൈനസും വരാം. നമ്മളിപ്പോൾ കറണ്ടിന്റെ സൈൻ നോക്കി, ഇൻകമിങ് എന്തെടുത്തു? പ്ലസ് എടുത്തു, ഔട്ട് ഗോയിങ് എന്തെടുത്തു? മൈനസ് എടുത്തു. അതേപോലെ നമ്മൾ ഈ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് EMFന്റെ സൈനും നോക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈനും നോക്കണം. അപ്പോൾ EMFന്റെ സൈൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാനൊരു സിമ്പിളായിട്ടൊരു ചിത്രം ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു സെല്ലെടുത്തു. ഇവിടെയാണ് ഞാൻ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു സെല്ലുണ്ട്, ഈ സെല്ല് ഞാൻ E1 എടുത്തു, ഈ സെല്ല് ഞാൻ E2 എടുത്തു അല്ലെ? രണ്ട് സെല്ലുണ്ട്, EMF E1 E2. ഈ റെസിസ്റ്റൻസ് ഞാൻ R1 എടുത്തു, ഈ റെസിസ്റ്റൻസ് ഞാൻ R2 എടുത്തു, ഈ റെസിസ്റ്റൻസ് ഞാൻ R3 എടുത്തു. ശരിയല്ലേ? ഇനി വേണമെങ്കിൽ വേറെ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഞാൻ ഒരു റെസിസ്റ്റർ എടുത്തു എന്ന് വിചാരിക്കുക, R4. ഇവിടെ റെസിസ്റ്റർ എടുത്തു, R4. ക്ലിയർ?
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഈ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പൊ ലൂപ്പ് കൺസിഡർ ചെയ്യാൻ മീൻസ് ഇപ്പൊ നിങ്ങൾ ഒരു പേര് കൊടുക്കുക. ആദ്യം ഇയാൾക്ക് ഞാൻ എ കൊടുത്തു, എ ബി സി ഡി ഇ എഫ് അല്ലേ. നമ്മൾ ഒരു ലൂപ്പിലെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഈ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലൂപ്പ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. നമ്മൾ ഇങ്ങനെ നോക്കി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇ എം എഫിനും പൊട്ടൻഷ്യൽ ഡിഫറൻസിനൊക്കെ ഒരു സൈൻ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എങ്ങനെ നോക്കുക മീൻസ് ഇ എം എഫിൻ്റെ സൈന് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ആണെങ്കിൽ ഇ എം എഫിൻ്റെ സൈന് പോസിറ്റീവ് എടുക്കണം. അപ്പോൾ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നത്, ലൂപ്പിലൂടെ നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ അയാൾ എങ്ങോട്ടാണ് പോണത്, പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് അല്ലെ. ഒരാൾ എന്ന് ബിയിലേക്കാണ് പോകുന്നതെങ്കിൽ അയാൾ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ്. അപ്പൊ ഇ എം എഫിന്റെ സൈൻ എന്തെടുക്കണം, പോസിറ്റീവ് എടുക്കണം. ഇനി അതേ ലൂപ്പ് തന്നെ കൺസിഡർ ചെയ്തോളന്നില്ല. അപ്പൊ വേറെ ആൾ ബിന്ന് എയിലേക്കാണ് വരുന്നത് വിചാരിക്കുക, അപ്പൊ പോകുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കല്ലേ. അപ്പൊ എന്താ വരിക, സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോവുകയാണെങ്കിൽ ഇ എം എഫിന്റെ സൈന് നെഗറ്റീവ് കൊടുക്കണം. ക്ലിയർ. അപ്പൊ ഇ എം എഫിന്റെ സൈൻ കൺവെൻഷൻ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. നമ്മൾ ആദ്യം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ആ ലൂപ്പിൽ നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് സെല്ലിന്റെ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇ എം എഫിന്റെ സൈന് പോസിറ്റീവ് എടുക്കണം. സെല്ലിന്റെ മൈനസ് പ്ലസിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ സൈൻ എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. ഇതാണ് ഇ എം എഫിന്റെ സൈൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈനാണ്. അപ്പൊ അത് എളുപ്പമാണ്. കറണ്ട് ആൻഡ് ലൂപ്പ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എടുക്കണം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി കറണ്ട് ലൂപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. നിങ്ങൾക്ക് രണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സംഭവം ക്ലിയർ ആവും. ഇത്രയേ ഉള്ളൂ. കറണ്ടും ലൂപ്പും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈന് പോസിറ്റീവ് എടുക്കണം. കറണ്ടും ലൂപ്പും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ എന്തെടുക്കണം, നെഗറ്റീവ് എടുക്കണം. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി പറയാം, നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നത്, ഇതാണ് കിർച്ചോഫ് ലോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കറണ്ട് ലോയും അപ്ലൈ ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് ലോയും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ആദ്യം ഞാൻ ലൂപ്പിന് പേര് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട് E1 E2, ലൂപ്പിന് പേര് കൊടുത്ത് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. ഇയാൾ തരുന്ന കറണ്ട് I1 ആദ്യമായിരിക്കും. കറണ്ട് എപ്പോഴും പ്ലസ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ E1 എന്നുള്ള സെല്ല് തരുന്ന കറണ്ട് I1, അത് ഞാൻ പ്ലസ് എന്ന് എടുത്തു. ശരിയല്ലേ? ഇപ്പം ഞാൻ കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനി E2 തരുന്ന കറണ്ട് ഞാൻ I2 എടുത്തു. ക്ലിയർ. E2 തരുന്ന കറണ്ട് സെല്ലിന്ന് I2. നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഈ I1 വന്നു. ഈ എഫ് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നോക്കുക എത്ര കറണ്ട് എത്തി, മുകളിൽ നിന്ന് എത്ര കറണ്ട് വന്നു. എടാ മുകളിൽ നിന്ന് I1 എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് വന്നില്ലേ, ശരിയല്ലേ? ഇനി ഇവിടുന്ന് എത്ര കറണ്ടും വന്നു, I2 എന്നുള്ള കറണ്ട് താഴ്ന്നും വന്നില്ലേ. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഇപ്പൊ എത്ര കറണ്ട് എത്തി, മുകളിൽ നിന്ന് I1 എത്തി, താഴ്ന്ന I2 എത്തി. അപ്പൊ എത്ര, I1 + I2 എത്തിയില്ലേ. നമ്മളോട് എന്താ പറയുന്നത്, ഒരു ജംഗ്ഷനിൽ എത്ര കറണ്ട് എത്തുന്നുണ്ട് അത്രയും കറണ്ട് അല്ല അവിടെ തിരിച്ചു പോവുക. അപ്പൊ ഈ എഫ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്ര കറണ്ട് തിരിച്ചു പോകും, I1 + I2 പോകും. I1 + I2 മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇൻകമ്മിങ് കറണ്ട് മുകളിൽ നിന്ന് I1, താഴ്ന്ന I2. അപ്പോൾ ഈ ജംഗ്ഷനിൽ I1 + I2 വന്നിട്ടുണ്ടെങ്കിൽ ആ ജംഗ്ഷൻ എത്ര കറണ്ട് തിരിച്ചു പോകും, I1 + I2. എഗെയിൻ അത് സിയിലെത്തുമ്പോൾ എത്ര കറണ്ട് എത്തി, I1 + I2. എഗെയിൻ അവിടുന്ന് സ്പ്ലിറ്റ് ആവും. കാരണം E1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അങ്ങോട്ട് തന്നെ പോകും, I1. ബാക്കി കറണ്ട് I2 ഇങ്ങോട്ടും പോകും. അപ്പോഴല്ലേ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുക. കാരണം ഇയാൾ കൊടുക്കുന്ന കറണ്ട് എത്രയാണ്, ഇയാൾ കൊടുക്കുന്ന കറണ്ട് I1 ആണെങ്കിൽ അത് തിരിച്ചിങ്ങോട്ട് I1 തന്നെ എത്തണം. ഇയാൾ കൊടുക്കുന്ന കറണ്ട് I2 ആണെങ്കിൽ അത് തിരിച്ച് I2 തന്നെ കൊടുക്കണം. ക്ലിയർ? ഇപ്പം ഞാൻ ഏത് റൂൾ അപ്ലൈ ചെയ്തു, കിർച്ചോഫിന്റെ കറണ്ട് റൂൾ അപ്ലൈ ചെയ്തു. ജംഗ്ഷനിൽ എത്ര കറണ്ട് എത്തുന്നത് അത്രയും കറണ്ട് ആ ജംഗ്ഷന് തിരിച്ചു പോകും. ശരിയല്ലേ? ഇനിയാണ് ഞാൻ എന്താ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, വോൾട്ടേജ് ലോ. ശ്രദ്ധിക്കുക. അപ്പൊ ഈ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഞാൻ എടുക്കുന്ന ലൂപ്പ് ABCFA. നിങ്ങൾ ചിത്രത്തിൽ നോക്കുന്ന ഒരു ക്ലോസ് ലൂപ്പാണോ അല്ലേ? ഒരു ക്ലോസ് ലൂപ്പിൽ മാത്രമേ നമുക്ക് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ABCFA. അപ്പൊ A എന്ന് തുടങ്ങി BCFA അല്ലേ? ക്ലോസ് ലൂപ്പാണോ അല്ലേ? ആണ്. ഇനി നിങ്ങൾ നോക്കുക, ആദ്യം A to B നോക്കുക. A to B നോക്കുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? കറണ്ടും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും.
ശരിയല്ലേ? അപ്പോൾ അവിടെ I1 എന്നുള്ളൊരു കറണ്ട് ഉണ്ട്, അവിടെ റെസിസ്റ്റൻസ് R1 ഉണ്ട്. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഉണ്ട്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് I1 R1. ക്ലിയർ? I1 R1. പക്ഷെ സൈനും കൂടി നോക്കണം. ഇപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾ എന്ന് ബിയിലേക്കാണ് പോകുന്നത് അല്ലെ? എന്ന് ബിയിലേക്കാണ് പോകുന്നത്, പക്ഷെ കറണ്ട് അതേ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? നോക്കുക. കറണ്ട് ആൻഡ് ലൂപ്പ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സൈൻ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. നിങ്ങൾ ഏത് ബിയിലേക്കാണ് പോകുന്നത്? നിങ്ങളുടെ ഡയറക്ഷൻ എന്ന് ബിയിലേക്ക്, പക്ഷെ കറണ്ട് ഡയറക്ഷൻ അവിടുന്ന് ഇങ്ങോട്ടാണ്. ഒരേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ഓപ്പോസിറ്റ്. അപ്പൊ എന്ത് സൈൻ വരും? മൈനസ് സൈൻ വരും. ക്ലിയർ? ഇനി ഇവിടെ ഒരു EMF ഇല്ലേ? ആ EMF നിങ്ങൾ എഴുതുക E1. അതേപോലെ എഴുതി. ഇനി അയാളുടെ സൈൻ അറിയണം. അയാളുടെ സൈൻ എങ്ങനെ നോക്കുക? ബാറ്ററിന്റെ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ പോസിറ്റീവ് എടുക്കണം. നിങ്ങൾ പോകുന്നത് പ്ലസിൽ നിന്ന് മൈനസിലേക്കല്ലേ? കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ പ്ലസും മൈനസ്, അപ്പോൾ സൈൻ എന്ത് വരും? പ്ലസ് വരും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? ഇനി അപ്പോൾ A to B കഴിഞ്ഞു. ഇനി C to AB CF അല്ലേ? AB C. അടുത്ത് A to B കഴിഞ്ഞു. ഇനി അടുത്ത് B to C നോക്കാം. B to C അവിടെ കറണ്ട് ഉണ്ടോ ഇല്ലേ? അവിടെ ഒരു കറണ്ട് ഉണ്ട്, I1 എന്നുള്ള ഒരു കറണ്ട് ഉണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? R4. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I1 R4 അല്ലേ? ക്ലിയർ? ഇനി സൈൻ. നിങ്ങൾ ബിന്ന് സിയിലേക്കാണ് പോകുന്നത്, കറണ്ട് അതേ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്തോ ഒരു സൈന് നെഗറ്റീവ് വരും. ക്ലിയർ? ഇനി അടുത്തത് C to F. C to Fലും അവിടുത്തെ കറണ്ട് എത്രയാണ്? I1 + I2. റെസിസ്റ്റൻസ് എത്രയാണ്? R3. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? I1 + I2 × R3 വരില്ലേ? ക്ലിയർ? I1 + I2 കറണ്ട്, റെസിസ്റ്റൻസ് R3. സൈൻ നോക്കുക. നിങ്ങൾ സിന്ന് എഫിലേക്കാണ് പോകുന്നത്, ലൂപ്പിന്റെ അതേ ഡയറക്ഷൻ ആണോ കറണ്ട്? അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ്. ക്ലിയർ? ഇനി അടുത്തത് F2A നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആര് മാത്രമേ ഉള്ളൂ? F2Aയിലൂടെ കറണ്ട് പോകുന്നുണ്ട്, പക്ഷേ റെസിസ്റ്റൻസ് ഇല്ല. കറണ്ടും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആരുണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. =0. ഇതാണ് ആ ലോ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ലോ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF ഒക്കെ കൂടി ആഡ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. പക്ഷെ സൈൻ വെച്ച് ആഡ് ചെയ്യണം. ക്ലിയർ? ഇപ്പൊ ഞാനിത് റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? E1 = കാരണം E1 ഞാൻ ഇവിടെ വെച്ചു, ബാക്കിയൊക്കെ അങ്ങോട്ട് പോലെ. അപ്പൊ എന്താ വരിക? I1 R1 പ്ലസ് ഇത് അങ്ങോട്ട് പോകുമ്പോൾ I1 R4 പ്ലസ്, കാരണം മൈനസ് ഒക്കെ പ്ലസ് ആവില്ല അപ്പുറത്ത് പോകുമ്പോൾ, പ്ലസ് എത്ര കിട്ടും? I1 + I2 R3. ഇക്വേഷൻ 1. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് വോൾട്ടേജ് ലോ. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് കൺസിഡർ ചെയ്യുക, സെയിം ആൻസറേ കിട്ടുള്ളൂ. ഞാൻ ഇതേ ലൂപ്പിനെ തിരിച്ച് കൺസിഡർ ചെയ്യുന്ന വിചാരിക്കുക. ലൂപ്പ് ഇപ്പൊ ഞാൻ എടുത്തത് തിരിച്ചു പോയി വിചാരിക്കുക. തിരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കും? F എന്ന് തുടങ്ങി വിചാരിക്കുക. അപ്പൊ FCBAF. ഇതേ ലൂപ്പിനെ ഞാൻ വേറെ എവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. കറക്റ്റ് സൈന് ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ എടുത്തത് ഇവിടുന്നാണ്, FCFBF ആണ് എടുത്തത് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ പറയും എന്താ സംഭവിക്കുക? ആദ്യം F2C നിങ്ങൾ നോക്കുക. F2Cയിൽ കറണ്ട് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, ശരിയല്ലേ? റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ എത്രയാണ്? I1 + I2 ആണ് അവിടുത്തെ കറണ്ട്, റെസിസ്റ്റൻസ് R3 ആണ്. ക്ലിയർ? സോ I1 + I2 R3. ഇനി സൈന് നോക്കുക. നിങ്ങൾ F എന്ന് സിയിലേക്കാണ് പോകുന്നത്, അതേ ഡയറക്ഷനിലാണ് കറണ്ട്. അപ്പൊ ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈന് പോസിറ്റീവ്. അപ്പൊ ഇയാൾ പ്ലസ് തന്നെ. ക്ലിയർ? ഇനി അടുത്തത് C to B നോക്കുക. C to B നിങ്ങൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? I1 R4 ഉണ്ട്, അവിടുത്തെ കറണ്ട് I1, റെസിസ്റ്റൻസ് R4. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I1 R4. സൈന് നോക്ക്. നിങ്ങൾ സിന്ന് ബിയിലേക്കാണ് പോകുന്നത്, അതേ ഡയറക്ഷനാണ് കറണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ എന്താണ്? പ്ലസ് എടുക്കണം. ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം. ക്ലിയർ? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് B2A നിങ്ങൾ നോക്കുക. B2Aയിൽ ആദ്യം ഒരു സെല്ലുണ്ട് അവിടെ, ആ സെല്ലിന്റെ വാല്യൂ അതേപോലെ എഴുതുക, E1. ക്ലിയർ? ഇനി സൈന് നോക്കുക. നിങ്ങൾ ബിന്ന് എയിലേക്കാണ് പോകുന്നത്, അപ്പോൾ സെല്ലിന്റെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മൈനസ് പ്ലസിലേക്കല്ല നിങ്ങൾ പോകുന്നത്, സെല്ലിന്റെ മൈനസ് പ്ലസിലേക്ക്. അപ്പോൾ എന്ത് സൈൻ എടുക്കണം? EMFന് എന്താണ്? നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, -E1. ക്ലിയർ? ഇനി അടുത്തത് ഇവിടെ എന്താണ്? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി എക്സ്ട്രാ എന്താണ്? I1 R1. അതിന്റെ സൈൻ എന്താണ്? നിങ്ങൾ ബിന്ന് എയിലേക്കാണ് പോകുന്നത്, അതേ ഡയറക്ഷനാണ് കറണ്ട്. അപ്പോൾ സൈന് പ്ലസ് വരും, =0. മനസ്സിലായിട്ടോ? ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്താൽ E1 ഞാൻ അങ്ങോട്ട് എടുത്താൽ എന്ത് കിട്ടും? I1 R1 പ്ലസ് I1 R4 പ്ലസ് I1 പ്ലസ് I2 R3 E1. ഇക്വേഷൻ 2. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇക്വേഷൻ 1ഉം 2 രണ്ടും ഒന്ന് തന്നെയല്ലേ? ഇക്വേഷൻ 1ഉം നോക്കുക, ഇക്വേഷൻ 2ഉം നോക്കുക, രണ്ടും ഒന്നാണോ? അല്ലേ? രണ്ടും ഒന്നാണ്. പക്ഷെ രണ്ട് ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
ഏത് ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്ലിയർ? ഏത് ലൂപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് സൈന് ഫോളോ ചെയ്യണം. അപ്പോൾ എന്താണ് സൈൻ എങ്ങനെയാണ് ഫോളോ ചെയ്യുക? EMFന്റെ സൈൻ എങ്ങനെ നോക്കുക? ആദ്യം നിങ്ങളൊരു ക്ലോസ് ലൂപ്പ് എടുക്കുക. സെല്ലിന്റെ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണെങ്കിൽ EMFന്റെ സൈന് പോസിറ്റീവ്, തിരിച്ചാണെങ്കിൽ നെഗറ്റീവ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ എങ്ങനെ നോക്കുക? കറണ്ടും ലൂപ്പും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്. ക്ലിയർ? അപ്പോൾ അവർ പറയുന്നത് അതാണ് ഈ പറയുന്നത് ആൾജിബ്രൈക് സം ഓഫ് EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0. അതാണ് ഇത് കിട്ടിയത്. ആൾജിബ്രൈക് സം ഓഫ് EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ ക്ലോസ് ലൂപ്പ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ തെറ്റിപ്പോയത് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ കറണ്ട് ലൂപ്പ് റൂൾ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. പക്ഷേ കറണ്ട് ലോ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജുമാണ്. കാരണം EMF ബാറ്ററി എനർജി കിട്ടും. ക്ലിയർ? ഇതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോയും അതേപോലെ തന്നെ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോയും. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ വേറൊരു ലൂപ്പും കൂടി ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ കിർച്ചോഫ് ലോ നമ്മൾ സാധാരണ കോംപ്ലിക്കേറ്റഡ് ഇലക്ട്രിക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക? കിർച്ചോഫിന്റെ ലോ. അപ്പോൾ ഏത് സർക്യൂട്ട് കിട്ടിയാലും ഫസ്റ്റ് നിങ്ങൾ കറണ്ട് ലോ അപ്ലൈ ചെയ്യുക. ആ ജംഗ്ഷൻ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറണ്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഒന്ന് I1 ഒന്ന് I2 കൊടുക്കുക. 3 ബാറ്ററി ഉണ്ടെങ്കിൽ I1 I2 I3 കൊടുക്കുക. എന്നിട്ട് ആ ജംഗ്ഷനിൽ എത്ര കറണ്ട് വരുന്നുണ്ട് നോക്കുക, അത്രയും കറണ്ട് ആ ജംഗ്ഷനിൽ പോകും. അപ്പോൾ കറണ്ട് ലോ കഴിഞ്ഞു. ഇനി നിങ്ങൾ വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. ആ ലൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ ലൂപ്പിൻ്റെ ഡയറക്ഷൻ നോക്കുക, EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ നോക്കുക, അതിൻ്റെ സൈനും അപ്ലൈ ചെയ്യുക. ക്ലിയർ? ഇപ്പോൾ ഞാൻ 2 ലൂപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ലൂപ്പ് കൂടി ഞാൻ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സാമ്പിളാണ് ലൂപ്പ്. ഇപ്പം ഞാൻ എടുക്കുന്നത് CDEFC ആണെന്ന് വിചാരിക്കാം. ലൂപ്പ് CDEFC ശരിയല്ലേ? അപ്പോൾ അതൊരു ക്ലോസ് ലൂപ്പ് ആണോ? അല്ലേ? കാരണം C എന്ന് തുടങ്ങി D പോയി തിരിച്ചിവിടെ തന്നെ എത്തി. CDEF. ഇനി നിങ്ങൾ C to D നോക്കുക. C to D നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്തുണ്ട്? അവിടെ കറണ്ടേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ലേ. കറണ്ടും റെസിസ്റ്റൻസ് കൂടി വന്നാലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് D to E നോക്കുക. D to Eയിൽ ഒരു സെല്ലില്ലേ, ആ സെല്ലിൻ്റെ ആദ്യം വാല്യൂ ഞാൻ എഴുതി E2. ഇനി അവിടെ സൈൻ എങ്ങനെ നോക്കുക? നിങ്ങൾ Dന്ന് Eയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെല്ലിൻ്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് EMFന്റെ സൈൻ നോക്കുക? നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലാണെങ്കിൽ സൈൻ നെഗറ്റീവ് എല്ലാം എടുക്കാറ് മൈനസ് അല്ലേ? ക്ലിയർ? അത് കഴിഞ്ഞു. ഇനി അടുത്തത് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോന്നോ? കാരണം റെസിസ്റ്റൻസ് R2 ഉണ്ട്, കറണ്ട് I2 ഉണ്ട്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? I2 R2 അല്ലേ? അയാളെ സൈൻ എങ്ങനെ നോക്കുക? ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷനാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ Dന്ന് Eയിലേക്കാണ് പോകുന്നത്, കറണ്ടും അതേ ഡയറക്ഷനാണ്. അപ്പൊ ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ സൈൻ എന്താണ്? പോസിറ്റീവ്. ശരിയല്ലേ? ഇനി അടുത്തത് E to F നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം E to Fൽ കറണ്ട് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ല, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇനി അടുത്തത് F to C. F to Cയിലെ കറണ്ട് എത്രയാണ്? I1 പ്ലസ് I2 ആണ് കറണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് R3. സൈൻ എങ്ങനെ നോക്കുക? നിങ്ങൾ F എന്ന് Cയിലേക്കാണ് പോകുന്നത്, അതേ ഡയറക്ഷനാണ് കറണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ സൈൻ എന്താണ്? പ്ലസ് ഈക്വൽ ടു 0. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇക്വേഷൻസ് ഉണ്ടാക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. EMFന്റെ സൈൻ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുക. പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പോകുന്നതെങ്കിൽ പ്ലസ് എടുക്കുക, മൈനസ് പ്ലസിലേക്കാണെങ്കിൽ മൈനസ്. അതോടെ EMFന്റെ സൈൻ കഴിഞ്ഞു. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സൈൻ എങ്ങനെ നോക്കുക? കറണ്ട് ലൂപ്പ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്. വേറെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ലൂപ്പ് കൂടി ഞാൻ എടുക്കാം. ലൂപ്പ് എടുക്കുന്നത് ED CBAFE. ഇതാണ് ഒരു ലൂപ്പ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊരു ക്ലോസ് ലൂപ്പ് ആണോ? അല്ലേ? അപ്പോൾ ക്ലോസ് ലൂപ്പാണ്. എന്ന് തുടങ്ങി EDBAE, ദാറ്റ് മീൻസ് മിഡിൽ ആളില്ല, ഇയാൾ നമ്മൾ എടുത്തിട്ടില്ല. ഇതാണ് ലൂപ്പ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വരിക അല്ലേ? ഇതാണ് ലൂപ്പ്. മിഡിൽ താളെ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? അപ്പോൾ ആ ലൂപ്പിൽ നോക്കുക E to D. E to Dയിൽ ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുത് I2 R2. ക്ലിയർ? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E to D നോക്കുമ്പോൾ ഇവിടെ I2 R2 ഉണ്ട്. ക്ലിയർ? I2 R2. സൈൻ എങ്ങനെ നോക്കുക? നിങ്ങൾ Eന്ന് Dയിലേക്കാണ് പോണത്, പക്ഷെ കറണ്ട് അതേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ മൈനസ്. ക്ലിയർ? ഇനി അടുത്തത് EMF ഉണ്ട് അവിടെ. ആ EMF E2 പറ സൈന്. നിങ്ങൾ പോകുന്ന EMFന്റെ സൈൻ നോക്കുക. നിങ്ങൾ പ്ലസിൽ നിന്ന് മൈനസിലേക്കാണ് പോണത്. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് പോകുമ്പോൾ EMFന്റെ സൈന് പ്ലസ് ആണ്. രണ്ട് സൈന് മാറിപ്പോകരുത്. EMFന്റെ സൈന് പ്ലസ്. ക്ലിയർ? ഇനി അടുത്തത് D to C. D to C നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം കറണ്ട് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇനി C to B. C to Bയിലെ കറണ്ട് ഉണ്ട്. എത്രയാണ്?
I1 അവിടുത്തെ റെസിസ്റ്റൻസ് R4 അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR I1 R4 സൈന് നിങ്ങൾ സിന്ന് ബിയിലേക്കാണ് പോകുന്നത് അതേ ഡയറക്ഷനാണ് കറണ്ട് സോ പ്ലസ് അല്ലേ. ഇനി അടുത്തത് B2A നോക്കുക. B2Aയിൽ ഒരു സെല്ലുണ്ട് E1 എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. അപ്പോൾ E1 എന്ന് പറഞ്ഞ സെല്ലിന് നിങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കണം, നിങ്ങൾ ബിന്ന് എയിലേക്ക് പോകുമ്പോൾ സെല്ലിൻ്റെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ സൈന് മൈനസ് ആണ്. ക്ലിയർ. ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് I1 R1 അല്ലേ, അതിൻ്റെ സൈൻ എന്താണ്? സെയിം ഡയറക്ഷനാണ്. നിങ്ങളുടെ ലൂപ്പിൻ്റെ അതേ ഡയറക്ഷനാണ് കറണ്ട്, അപ്പോൾ പ്ലസ് വരും. ശരിയല്ലേ. ഇനി A to F നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ റെസിസ്റ്റൻസ് ഇല്ല. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കറണ്ട് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇവിടെ F to Eയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, കറണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും? 0 വരും. ക്ലിയർ. ഇതാണ് കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോയും അതേപോലെ തന്നെ കിർച്ചോഫിൻ്റെ ജംഗ്ഷൻ റൂളും. ക്ലിയർ.